അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. വാണിയംകുളം അക്രമം. വിനേഷിന്റെ തലച്ചോറിൽ തീവ്ര രക്തസ്രാവം. 48 മണിക്കൂർ നിർണായകം. കോമ സ്റ്റേജിന് സാധ്യതയുണ്ടെന്ന് ഡോക്ടർ. വാണിയംകുളത്തെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിനേഷിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. വിനേഷിനെ പരിചരിക്കുന്ന ന്യൂറോ സർജൻ ഡോക്ടർ ബിജു സി ജോസ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത്. വിനേഷ് എന്ന് പറഞ്ഞ വ്യക്തി 38-year-old മെയിൽ പേഷ്യന്റ് ആണ്, അഡ്മിറ്റ് ആയത്. നമ്മൾ വരുമ്പോൾ ആള് ഗുരുതരമായിട്ടുള്ള പരുക്കുണ്ടായിരുന്നു. CT സ്കാൻ ചെയ്തു. വലിയൊരു സബ്ഡ്യൂറൽ ഹെമറ്റോമ വിത്ത് മിഡ് ലൈൻ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ബ്രെയിനിൽ വലിയ ബ്ലീഡിംഗ് ആണ്, രക്തസ്രാവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ബ്രെയിൻ നല്ല കംപ്രസ്ഡ് ആയിരുന്നു. പേഷ്യന്റ് അത് കാരണം അൺകോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ CT സ്കാൻ ചെയ്തതിൽ ഈ ഫൈൻഡിങ്സ് ഒക്കെ കണ്ട കാരണം നമ്മൾ ഉടനെ എമർജൻസി ആയിട്ട് ക്രേനിയോട്ടമി ചെയ്തു. പേഷ്യന്റ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. വിനേഷിന്റെ തലച്ചോറിൽ തീവ്രമായ രക്തസ്രാവം ഉണ്ടായിരുന്നുവെന്നും യുവാവ് ഇപ്പോഴും അബോധാവസ്ഥയിൽ തുടരുകയാണെന്നും ഡോക്ടർ വ്യക്തമാക്കി. അടുത്ത 48 മണിക്കൂർ നിർണായകമാണെന്ന് ഡോക്ടർ അറിയിച്ചു. മൂർച്ചയുള്ള ആയുധം കൊണ്ട് അടിച്ചതിന്റെ ലക്ഷണങ്ങൾ വിനേഷിന്റെ ശരീരത്തിൽ കാണുന്നില്ല. നിലത്ത് വീണതുമൂലം ഉണ്ടായതാണെന്ന് പൂർണ്ണമായി പറയാൻ കഴിയാത്ത രീതിയിലുള്ള പരിക്കുകളാണുള്ളത്. ഇടത്തെ കണ്ണിന് ചുറ്റും കറുത്ത തടിപ്പുണ്ട്. ശരീരത്തിൽ ചിലയിടങ്ങളിൽ ചതവും കൈകളിൽ നഖം കൊണ്ട പാടുകളും കാണാനുണ്ട്. പുറമേക്ക് കാണത്തക്ക വലിയ മുറിവുകളോ പരിക്കുകളോ ഇല്ല. തലക്കേറ്റ ആന്തരിക ക്ഷതമാണ് വിനേഷിന്റെ ഗുരുതരാവസ്ഥയ്ക്ക് കാരണം. നിലവിലെ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടാൽ പോലും യുവാവിന് കോമ സ്റ്റേജിൽ തുടരാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് CCV.